Okay. അപ്പോൾ നമ്മൾ നോൺ സിംപ്ലിസിറ്റി ടെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് സിമ്പിൾ ആണോ അല്ലയോ, എപ്പോഴാണ് ഒരു ഗ്രൂപ്പ് സിമ്പിൾ ആവുന്നത്? ഒരു പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ അത് സിമ്പിൾ ആണെന്ന് പറയും നമ്മൾ. നോൺ ട്രിവിയൽ പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിനെ സിമ്പിൾ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പൊ അത് സിമ്പിൾ ഗ്രൂപ്പ് ആവുന്നതിനുള്ള കുറെ ടെസ്റ്റുകൾ തിയറംസ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ കുറെ ഓർഡർ ഒരു 200 വരെ 1 മുതൽ 200 വരെ നമ്പേഴ്സ് ഓർഡർ ഉള്ള ഗ്രൂപ്പുകളാണ് എടുക്കുന്നത്. അത്രയും ഗ്രൂപ്പുകളിൽ ഏതൊക്കെ ഓർഡർ വരുന്നതാണ് സിമ്പിള് സിമ്പിൾ അല്ലാത്തത് എന്നാ നോക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ കുറച്ച് പോർഷൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു, റെക്കോർഡഡ് വീഡിയോ ഇന്നലെ ഇട്ടു. അതിന്റെ ബാക്കിയാണ്. നെക്സ്റ്റ് കൺസിഡർ ദ പോസിബിലിറ്റി ഓഫ് എ സിമ്പിൾ ഗ്രൂപ്പ് ജി ഓഫ് ഓർഡർ 144 ഈസ് ഈക്വൽ ടു. ഇപ്പൊ 144 ഓർഡർ വരുന്ന ഒരു സിമ്പിൾ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കാൻ പോവാം. അപ്പൊ 144 നമ്മൾ ആദ്യം ഫാക്ടറൈസ് ചെയ്യുന്നു. 9 into 16 എന്ന് എഴുതുന്നു. ബൈ ദ സൈലോ തിയറംസ് we know that n3 is equal to 4 or 16 and n2 greater than or equal to 3. അപ്പൊ സൈലോ തിയറം വെച്ചിട്ട് നമുക്ക് സൈലോ 3 സബ് ഗ്രൂപ്പ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാമല്ലോ. സൈലോ 3 സബ് ഗ്രൂപ്പ്സിന്റെ എണ്ണം ഡിവൈഡ്സ് 60 ആണ്. അതേപോലെ n3 കോൺഗ്രുവന്റ് 1 മോഡ് 3 ആണ്. അപ്പൊ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന 4ഉം 16ഉം ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നതുള്ള രണ്ട് പോസിബിലിറ്റീസ് എടുക്കുകയാണ്. പിന്നെ ഈ സൈലോ 3 അല്ലെ സൈലോ സബ് ഗ്രൂപ്പിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, ഇപ്പൊ ഒന്നുകൂടെ പറയുകയും ചെയ്തു. സോ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, നമ്പേഴ്സ് വരുന്നത് പറയത്തേ ഉള്ളൂ. ഇപ്പൊ n3 is equal to 4 or 16 ആണ് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. n3 divide 16 and n3 congruent 1 mod 3. ഓക്കെ, ആൻഡ് n2 greater than or equal to 3. ഇപ്പൊ n2ന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 എന്ന് കിട്ടും. ദ ഇൻഡെക്സ് തിയറം റൂൾസ് ഔട്ട് ദ കേസ് വെയർ n3 is equal to 4. അപ്പൊ n3 is equal to 4 കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച മെത്തേഡാണ്, അത് ആ വീഡിയോ കാണുക. n3 is equal to 4 എന്ന് പറയുന്നത് ഈ കേസിനകത്തുനിന്നും എലിമിനേറ്റ് ചെയ്യപ്പെടും. അത് കഴിഞ്ഞ ദിവസം ഇൻഡെക്സ് തിയറം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വി നോ ദാറ്റ് there are 16 സൈലോ 3 സബ് ഗ്രൂപ്പ്സ്. അപ്പോൾ 16 സൈലോ 3 സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പം n3 is equal to 4 എലിമിനേറ്റ് ചെയ്തു. ഇനി 16 സൈലോ 3 സബ് ഗ്രൂപ്പ്സ് വരുന്ന കേസ് നോക്കാം. നൗ ഇഫ് എവരി പെയർ ഓഫ് സൈലോ 3 സബ് ഗ്രൂപ്പ്സ് ഹാഡ് ഓൺലി ദ ഐഡന്റിറ്റി ഇൻ കോമൺ. 16 സൈലോ 3 സബ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ഇവിടെ കിട്ടുന്നു. ഒരു സൈലോ 3 സബ് ഗ്രൂപ്പിന്റെ ഓക്കെ വന്നല്ലോ അഞ്ജന. ആദ്യം പറഞ്ഞ കേട്ടോ? ഇതുവരെ പറഞ്ഞു കേട്ടായിരുന്നോ ക്ലാസ്? ഓക്കെ, നമ്മൾ 144 ഓർഡർ ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ആണോ അല്ലയോ നോക്കുകയാണ്. അപ്പൊ 140 ഈശ്വര കേറിയില്ലോ എല്ലാവരും? ഞാൻ പറയട്ടെ. അപ്പൊ 144 ഓർഡറുള്ള ഒരു ഗ്രൂപ്പ് സിമ്പിൾ ആണോ അല്ലയോ നോക്കാം. ഇപ്പൊ 144 നമ്മൾ ആദ്യം 9 into 16 ഫാക്ടറൈസ് ചെയ്ത് എഴുതുന്നു. സൈലോ തിയറം വെച്ചിട്ട് നമുക്ക് ഇവിടെ 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്, 16 എന്ന് പറഞ്ഞാൽ 2 raised to 4 ആണ്. അപ്പൊ 3 സ്ക്വയർ into 2 raised to 4 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ സൈലോ 2 സബ് ഗ്രൂപ്പും സൈലോ 3 സബ് ഗ്രൂപ്പും ഉണ്ട്. അതിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചാണ്. അപ്പൊ n3 എന്ന് സൈലോ 3 സബ് ഗ്രൂപ്പ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്. n3 ഡിവൈഡ്സ്, അപ്പോൾ ആ 3യുടെ പവർ ഒഴികെയുള്ളത് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. n3 ഡിവൈഡ് 16 n3 കോൺഗ്രുവന്റ് 1 മോഡ് 3. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകൾ 4, 16 ഒക്കെ പോസിബിലിറ്റീസ്. അതേപോലെ n2 എന്ന് പറയുന്നത് ഇതേപോലെ n2 ഡിവൈഡ്സ് 9 and n2 കോൺഗ്രുവന്റ് 1 മോഡ് 2 ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് 3 കിട്ടും, പിന്നെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 9 കിട്ടും. ഇത്രയാണ് കിട്ടുക. അപ്പൊ n2 greater than 3. The index theorem rules out the case where n3 is equal to 4. അപ്പൊ n3 is equal to 4 ആവുന്ന കേസിലുള്ളത് കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പത്തെ റെക്കോർഡഡ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ മെത്തേഡ് വെച്ചിട്ട് n3 is equal to 4 എലിമിനേറ്റ് ചെയ്യപ്പെടും. So we know that there are 16 സൈലോ 3 സബ് ഗ്രൂപ്പ്സ്. അപ്പൊ n3 is equal to 4 പോയി. അപ്പൊ 16
xylothree subgroups ഉള്ള കേസാണ് വരുന്നത്. Now if every pair of xylothree subgroups had only the identity in common. അപ്പോൾ ഒരു xylothree subgroups ഇവിടെ 16 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. xylothree subgroupന്റെ ഓർഡർ എത്രയാണ്? അത് നമ്മുടെ ഫാക്ടറൈസേഷൻ അത് നോക്കിയാൽ മതി. 9 ആണ് ഓർഡർ, 3 യുടെ മാക്സിമം പവർ ആണ് ഓർഡർ, 9 ആണ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഒരു xylothree subgroupന്റെ ഓർഡർ 9 ആണ്. അപ്പൊ 16 xylothree subgroups ഉണ്ട്. അപ്പൊ ഈ എല്ലാ xylothree subgroupsiനും കോമൺ ആയിട്ട് ഐഡന്റിറ്റി മാത്രമേ ഉള്ളെങ്കിൽ a straightforward counting argument would produce more than 144 elements. അപ്പൊ ഈ 16 xylothree subgroup ഉണ്ട്. ഇതിനകത്ത് കോമൺ ആയിട്ട് ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ ഈ 16 എണ്ണത്തിലുള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഒരെണ്ണത്തിനകത്ത് 9 എണ്ണമാണ്, 9-നകത്തിൽ 1 ഐഡന്റിറ്റി ആണ്. അപ്പൊ ഈ 16 എണ്ണത്തിനകത്തിൽ 8 എണ്ണം വെച്ച് ബാക്കി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് വരുന്നത്. അപ്പൊ 16 into 8 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 16 into 8 എത്ര? പ്ലസ് 16 into 8 plus 1 നമുക്ക് 144. 16 into 8 48 12 128 അല്ലേ വരുള്ളൂ. There are 16 xylothree subgroups. Now, if every pair of xylothree subgroups had only the identity in common, a straightforward counting argument would produce more than 144 elements. അപ്പൊ ഈ പറഞ്ഞ എണ്ണം പ്ലസ് പിന്നെ ഒരു സൈലോ 2ന്റെ എണ്ണവും പറഞ്ഞല്ലോ, അത് രണ്ടും കൂടെ ചേരുമ്പോഴാട്ടോ വരുന്നത്. ഇത് ഒറ്റയ്ക്കല്ല. n3 greater than equal to 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. n2 greater than equal to 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സൈലോ 2 സബ്ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറഞ്ഞാല് 16 ആണ്. 2ന്റെ പവർ എത്രയാണോ അതാണ് 16 ആണ്. അപ്പൊ ഇവിടെ n2 greater than equal to 3 അപ്പൊ 16 എന്ന് പറഞ്ഞാല് നോക്കൂ, നമുക്ക് 16 ഗുണം 8 128 പ്ലസ് 1 ഐഡന്റിറ്റിയോട് ചേർന്ന് 129 പ്ലസ് 16 ചെയ്ത് നോക്കുക, 145 നമുക്ക് വരുന്നുണ്ടല്ലോ. അപ്പം n2 എന്ന് പറയുന്നത് n2-നകത്ത് ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ, ഒരു 16 എടുത്തപ്പോൾ തന്നെ ഇത്രയും വന്നു. അപ്പൊ ഈ n2 = 3 വരുമ്പോഴത്തേനും അതിനകത്ത് ഒരുപാട് 144 കൂടുതൽ എലമെന്റ്സ് ഉണ്ടെന്ന് കിട്ടും. അത് ക്ലിയർ ആയോ? xylothree സബ്ഗ്രൂപ്പിന്റെ എണ്ണം 16, സൈലോ 2 സബ്ഗ്രൂപ്പിന്റെ എണ്ണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് നമുക്ക് വരുന്നത്. അപ്പൊ സൈലോ 3 സബ്ഗ്രൂപ്പിന്റെ എണ്ണം 16, ഒരെണ്ണത്തിനകത്ത് സൈലോ 3 9 എണ്ണം, അതിനകത്ത് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് വരുന്നത്. എല്ലാം കോമൺ ആയിട്ട് ഐഡന്റിറ്റി അല്ലാതെ, എല്ലാത്തിനും ഐഡന്റിറ്റി വരും, ഐഡന്റിറ്റി അല്ലാതെ കോമൺ ഒന്നും വന്നില്ലെങ്കിൽ ഒരു കോൺട്രഡിക്ഷൻ ഇവിടെ വരും. ആ കോൺട്രഡിക്ഷൻ എന്തുവാണ് പറയുന്നത്? ഐഡന്റിറ്റി അല്ലാതെ ഒന്നും കോമൺ വന്നില്ലെങ്കിൽ ഈ n2-നകത്തിൽ n2ന്റെ എണ്ണം, n2 പറഞ്ഞ xylothree subgroupsന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 ആണ്. അപ്പൊ ഒരെണ്ണത്തിൽ 16 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ 3 എണ്ണത്തിലും കൂടെ കുറെ എലമെന്റ്സ് ഉണ്ടാവും. അതേ പ്ലസ് ഇവിടെ പറഞ്ഞ 16 എണ്ണത്തിലെ എണ്ണം കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് 144 എണ്ണത്തിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടെന്ന് കിട്ടും. ആകെ ജിയുടെ ഓർഡർ എന്ന് പറയുന്നത് തന്നെ 144. അപ്പോ എന്താണ്, ഈ xylothree subgroupsന് കോമൺ ആയിട്ട് ഐഡന്റിറ്റി അല്ലാതെ കുറെ എലമെന്റ്സും കൂടെ വന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് ഗ്രൂപ്പിന്റെ എണ്ണത്തിനേക്കാളും കൂടുതലുണ്ടെന്ന് കിട്ടും. So let H and H dash be a pair of xylothree subgroups whose intersection has order 3. അപ്പൊ H ഉം H ഡാഷും ഓക്കെ നമ്മൾ രണ്ടെണ്ണം എടുക്കുന്നു, xylothree subgroups ആണ്. അതിന്റെ ഇന്റർസെക്ഷന്റെ ഓർഡർ, ഇന്റർസെക്ഷൻ നേരത്തെ ഐഡന്റിറ്റി വന്നപ്പോഴാണ് നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടിയത്. അപ്പൊ ഇവിടെ ഇന്റർസെക്ഷന്റെ ഓർഡർ 3 ആണെന്ന് വിചാരിക്കുക. അത് എന്തിനാണ് 3 എടുത്തേ? H ഉം H ഡാഷും xylothree സബ്ഗ്രൂപ്പുകളാണ്, അതിന്റെ ഓർഡർ 9 ആണ്. ഈ H ഇന്റർസെക്ഷൻ H ഡാഷ് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും സബ്ഗ്രൂപ്പ് ആണ്. അപ്പൊ 9നെ ഡിവൈഡ് ചെയ്യണം. ഈ H ഇന്റർസെക്ഷൻ H ഡാഷ് എന്ന് പറയുന്നത് 1 ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്റർസെക്ഷനകത്ത് ഐഡന്റിറ്റി മാത്രമേ ഉള്ളതെന്ന് അർത്ഥം. ഇത് രണ്ടും കൂടെ 9 ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം H H ഡാഷും സെയിം ആണെന്നാണ്, ഇന്റർസെക്ഷൻ 9 ആയാൽ. അപ്പൊ നമുക്ക് ഇത് രണ്ടും അല്ലല്ലോ വേണ്ടത്. രണ്ടും അല്ലാത്ത പോസിബിലിറ്റി എന്താണ്? ഇന്റർസെക്ഷൻ 3 elements. അപ്പൊ H intersection H dash is a subgroup of both H and H dash, and by the corollary to theorem 24.2 we see that H intersection H dash ന്റെ ഓർഡർ 3 എന്ന് പറഞ്ഞു. അപ്പം ഇനി corollary to theorem 24.2 അതേപോലെ തന്നെ അല്ലെങ്കിൽ exercise 43 chapter 24-നകത്ത് പറയുന്നുണ്ട് n of H intersection H dash contains H എന്നും പറയുന്നുണ്ട്, H dash എന്നും. H-നെയും H ഡാഷിനെയും n of H intersection H ഡാഷ് കണ്ടെയ്ൻ ചെയ്യുന്നതിനകത്ത് നമുക്ക് കിട്ടും. നോർമലൈസർ ആണ് n of H എന്ന് പറയുന്നത്. Therefore H-നെയും H ഡാഷിനെയും കണ്ടെയ്ൻ ചെയ്യുമെങ്കിൽ H into H ഡാഷിനെയും കണ്ടെയ്ൻ ചെയ്യും. അതൊരു ഗ്രൂപ്പാണ് H നോർമലൈസർ എന്ന് പറയുന്നത്. നോർമലൈസർ ഗ്രൂപ്പാണ്.
എച്ച് ഇൻറ്റു എച്ച് ഡാഷ് ഗ്രൂപ്പ് ആവണം, സബ് ഗ്രൂപ്പ് ആവണമെന്നില്ല. എച്ച് ഇൻറ്റു എച്ച് ഡാഷ് എന്ന് പറഞ്ഞ സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യും. ദാസ് ഓർഡർ, അപ്പൊ ഈ നോർമലൈസറിനകത്ത് ഇത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഓർഡർ, നോർമലൈസറിന്റെ ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ എച്ച് ഇൻറ്റു എച്ച് ഡാഷിന്റെ ഓർഡർ ആണല്ലോ, ഈക്വൽ ടു അതിന്റെ ഓർഡർ ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ഓർഡർ ഓഫ് എച്ച് ഡാഷ് ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ 9 ആണ്, ഓർഡർ ഓഫ് എച്ച് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്, 2 9 ആണ്, ഡിവൈഡഡ് ബൈ ഇന്റർസെക്ഷന്റെ ഓർഡർ നമ്മൾ 3 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈക്വൽ ടു നമുക്ക് 27 കിട്ടും. ഇപ്പൊ എന്താ കിട്ടിയേ? നോർമലൈസർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ എച്ച് ഡാഷിന്റെ ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 27. ഒരു സെക്കൻഡ്. Now we have 3 arithmetic conditions on K. അപ്പൊ ഇനി K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ, K എന്താന്ന് പറഞ്ഞായിരുന്നു? ഇവിടെ തന്നെ പറയുന്നുണ്ട്, കണ്ടീഷൻസ് ഓൺ K is equal to order of normalizer of H intersection H dash. അപ്പൊ ഇത് എപ്പോഴും ഈ നോർമലൈസറിന്റെ ഓർഡർ മൊത്തത്തിൽ എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ആ ഒരു അസൗകര്യം ഒഴിവാക്കാനായിട്ട് നമ്മൾ K എന്ന് കൊടുക്കുന്നു. അത് we know that 9 divides K. 9 divides K ആണ്. അതുകൊണ്ടാണ് 9 divides K ആയത്. ഈ നോർമലൈസറിന്റെ സബ് ഗ്രൂപ്പ് ആണ് എച്ചും എച്ച് ഡാഷും നോർമലൈസറിന്റെ സബ് ഗ്രൂപ്പുകളാണ്. അതാണ് ആ പറഞ്ഞ എക്സസൈസിനകത്തുള്ളത്. നോർമലൈസർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ എച്ച് ഡാഷിനകത്ത് അത് എച്ചിനെയും എച്ച് ഡാഷിനെയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എച്ചിന്റെ എച്ച് ഡാഷിന്റെ ഓർഡർ ആയ 9 ഇതിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. 9 ഡിവൈഡ്സ് K ആണ്. ഇനി K ഡിവൈഡ്സ് 144 ആണ്. കാരണം ഈ നോർമലൈസർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ എച്ച് ഡാഷ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്. ജിയുടെ ഓർഡർ 144 ആണ്. അപ്പൊ K ആരെ ഡിവൈഡ് ചെയ്യും? ഈ 144 ഡിവൈഡ് ചെയ്യും. ആൻഡ് K ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 27 ഇപ്പൊ പ്രൂവ് ചെയ്തു തൊട്ടുമുകളിൽ ക്ലിയർലി. അപ്പോ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. 9 ഡിവൈഡ്സ് K ആവണം, K 9 മൾട്ടിപ്പിൾ ആവണം, അതേപോലെ തന്നെ K 144 ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. അതേപോലെ K ഗ്രേറ്റർ ദാൻ ഓർ 27 ആവണം. അപ്പൊ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും K ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 36 ആണ്. അതിൽ താഴെ വരത്തില്ല. 9 ഡിവൈഡ്സ് 36 ആണ്. 36 ഡിവൈഡ്സ് 144 ആണ്. അതേപോലെ തന്നെ 36 അത് ഈ പറഞ്ഞ കാര്യം സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. K ഗ്രേറ്റർ ദാൻ 27. അപ്പോൾ K ഗ്രേറ്റർ ദാൻ ഈക്വൽ ക്ലിയർലി ദെൻ K ഗ്രേറ്റർ ദാൻ ഈക്വൽ 36. സോ അപ്പോൾ K ഗ്രേറ്റർ ദാൻ ഈക്വൽ 36 ആണെങ്കിൽ സോ ഓർഡർ ഓഫ് ഇൻഡെക്സ് ഓഫ് n ഓഫ് h ഇന്റർസെക്ഷൻ h ഡാഷ് G കണ്ടുപിടിച്ചാൽ ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്ന? ഓർഡർ ഓഫ് G ഡിവൈഡഡ് ബൈ n ന്റെ ഓർഡർ ആണല്ലോ. ഈ നോർമലൈസറിന്റെ ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 36 ആണ്. അപ്പൊ അത് ഓർഡർ ഓഫ് G ബൈ ഓർഡർ ഓഫ് ഇത് കണ്ടുപിടിക്കുമ്പോൾ ഓർഡർ ഓഫ് G ഡിവൈഡഡ് ബൈ നമ്മള് 1 എടുക്കുമ്പോൾ തീരുമല്ലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. നോർമലൈസർ ഇപ്പൊ ഗ്രേറ്റർ ദാൻ 36 എന്ന് കിട്ടി. ഇപ്പൊ 1 നോർമലൈസറിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ 1/36 ആണ്. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർഡർ ഓഫ് G 144 ആണ്. അതേ ഡിവൈഡഡ് ബൈ 36 നമുക്ക് 4 കിട്ടും. The index theorem now gives the desired contradiction. അപ്പൊ ഇൻഡെക്സ് തിയറത്തിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ഓഫ് G ഫാക്ടോറിയൽ ഡസ് നോട്ട് ഡിവൈഡ്സ് ഇതെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഒന്ന് നോക്കട്ടെ, ഞാനതൊന്ന് പറയാം, അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയാം. ഇൻഡെക്സ് തിയറത്തിന്റെ index if G is a finite group and H is a proper subgroup of G such that order of G does not divide order of G പറഞ്ഞു തരുന്നു order of G does not divides ഈ പറഞ്ഞ G H and G എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ H ന്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് n of നോർമലൈസർ ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. H എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നോർമലൈസർ ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ് ആണ്. അപ്പൊ H ന്റെ സ്ഥാനത്ത് നോർമലൈസർ വന്നിരിക്കുന്നതേ ഉള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും തോന്നണ്ട. ഇത് H ന്റെ സ്ഥാനത്ത് ഇങ്ങനെ ഒരു സബ് ഗ്രൂപ്പ് അങ്ങനെയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാല് നമ്മള് if G is a finite group and H is a proper subgroup of G such that order of G does not divide index of H and G factorial. അപ്പൊ ഇവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെസ് ദാൻ ഓർ 4 എന്ന് വന്നു. അപ്പൊ മാക്സിമം വാല്യൂ 4 എടുത്ത് നോക്കാം. ഓർഡർ ഓഫ് G എന്ന് പറഞ്ഞാൽ 144 ആണ്. 144
ഡസ് നോട്ട് ഡിവൈഡ് 4 ഫാക്ടോറിയൽ ആണല്ലോ. 4 ഫാക്ടോറിയൽ വളരെ ചെറിയ നമ്പർ ആണ്. 146 ഡസ് നോട്ട് ഡിവൈഡ്. അങ്ങനെയാണെങ്കിൽ then H contains a non-trivial normal subgroup of G. അങ്ങനെയാണെങ്കിൽ ഇവിടെ H contains a non-trivial normal subgroup of G എന്നാണ്. അപ്പൊ H-നെത്തി അങ്ങനെ ഒരു non-trivial normal subgroup ഉണ്ടെങ്കിൽ അത് G-യുടെയും ഒരു സബ്ഗ്രൂപ്പ് ആയിട്ട് വരും. ഇവിടെ നോർമലൈസർ, ഇവിടെ വന്നിരിക്കുന്ന H-ന്റെ സ്ഥാനത്ത് നോർമലൈസർ ആണ്. ഇതിനൊരു non-trivial normal subgroup ഉണ്ടെന്ന് കിട്ടും. അത് തന്നെ G-യുടെ തന്നെ സബ്ഗ്രൂപ്പ് ആവും. കാരണം ഇതെല്ലാം കൂടി ഇവിടെ സബ്ഗ്രൂപ്പുകളാണ്. അപ്പോ അങ്ങനെ ഒരു നോർമൽ സബ്ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് സിമ്പിൾ അല്ല എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 144നെ എലിമിനേറ്റ് ചെയ്യാം. Finally, suppose that G is an unabelian simple group of order 180 is equal to, അടുത്തത് 180 ആണ്. 2 square into 3 square into 5. 2 square into 3 square into 5 ആണ്. Then n5 is equal to 6 or 36 and n3 is equal to 10. 180നെ ഫാക്ടറൈസ് ചെയ്തു. n5 കണ്ടുപിടിക്കുന്ന ഞാൻ പറഞ്ഞു. ഇനി മുതൽ ഞാൻ സൈലോയുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് പറയുന്നില്ല, അത് പഠിപ്പിച്ചാണ്. ഇതിലും പറഞ്ഞതാണ്. n5 കണ്ടുപിടിക്കുമ്പോൾ n5 is equal to 6 അല്ലെങ്കിൽ 36 എന്ന് കിട്ടും. അതേപോലെ n3 10 എന്ന് കിട്ടും. n3 is equal to 4 എന്ന് പറയുന്നത് നേരത്തെ പറയുന്ന വെച്ചിട്ട് ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. ഇൻഡെക്സ് തിയറം വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് അസ്യൂം ദാറ്റ് n5 is equal to n5 is equal to 36 വന്നാൽ എന്ത് സംഭവിക്കും നോക്കാം. n5 is equal to 36 ആണെങ്കിൽ then G has 36 into 4. ഓക്കെ, n5 അതായത് സൈലോ 5 സബ് ഗ്രൂപ്പ്സിന്റെ എണ്ണം 36 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 36 സൈലോ 5 ഒരു സൈലോ 5 സബ് ഗ്രൂപ്പിന്റെ ഓർഡർ 5 ആണ്. 180ന്റെ ഫാക്ടറൈസേഷൻ കണ്ടില്ലേ, 5 ഉണ്ടല്ലോ അതില്. 5 ആണ് മാക്സിമം 5ന്റെ പവർ. അപ്പം 5 എണ്ണത്തിൽ ഒരെണ്ണം ഐഡന്റിറ്റിയാണ്, ബാക്കി 4 എണ്ണമാണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പൊ ഈ പറഞ്ഞ 36 സൈലോ 5 സബ് ഗ്രൂപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും എലമെന്റ്സ് ഒന്നും കോമൺ ഇല്ല, ഐഡന്റിറ്റി അല്ല, ഒന്നും കോമൺ ഇല്ലെങ്കിൽ എത്ര എണ്ണം വരും? 36 × 4 144 എലമെന്റ്സ് ഓഫ് ഓർഡർ 5 ഉണ്ട്. എക്സ്ട്രാ ഒരെണ്ണം ഉള്ളത് ഐഡന്റിറ്റി ആണ്. അതിനെ കുറിച്ച് പറയുന്നത് നൗ ഇഫ് each pair of the silo 3 subgroups intersects only the identity. ഇനി ഈ സൈലോ 3 സബ്ഗ്രൂപ്പ് നോക്കാം. സൈലോ 3 സബ്ഗ്രൂപ്പിന്റെ എണ്ണം n3 10 എന്ന് പറഞ്ഞു. ഈ 10 എണ്ണത്തിനകത്തും ഈ പറഞ്ഞതുപോലെ ഐഡന്റിറ്റി അല്ലാതെ ഒന്നും കോമൺ ഇല്ലെങ്കിൽ ഒരു സൈലോ 3 സബ്ഗ്രൂപ്പിന്റെ എണ്ണം ഓർഡർ എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം ഐഡന്റിറ്റിയാണ്. അപ്പൊ 8 എണ്ണമാണ്, ബാക്കിയുള്ള 8 എണ്ണമാണ് ഈ 3 ഓർഡർ വരുന്ന ഐഡന്റിറ്റി അല്ലാത്ത എലിമെന്റ്. അപ്പൊ 8 × 10 എണ്ണമാണല്ലോ 9 3 0 10. അപ്പൊ 80ൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ട്. 90 കൂടെ ആവുമ്പോൾ then there are 80 more than elements in the group which is a contradiction. കാരണം നേരത്തെ പറഞ്ഞ എത്ര 144 80 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 180 കൂടുതൽ ആയില്ലേ. അപ്പൊ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒക്കെ ഇന്റർസെക്ട് ചെയ്ത് വരണം. So we may assume that there are 2 silo 3 subgroups L3 and L3' whose intersection has order 3. ഇപ്പം സൈലോ 3 സബ്ഗ്രൂപ്പുകൾ ഇന്റർസെക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ വരിക എന്നാണ്. അപ്പൊ L3 L3' ഉണ്ടെന്ന് വിചാരിക്കാൻ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണമല്ലോ. ഈ സൈലോ 3 സബ്ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. സൈലോ 3 ഓർഡർ 9 ആണ്. അപ്പൊ 9 ആയി കഴിഞ്ഞാൽ രണ്ട് സെയിം ആണ്. സെയിം ആവുന്നില്ല. സെയിം ആയി കഴിഞ്ഞാൽ സെയിം ആവുന്നതിന് നമുക്ക് കൗണ്ട് ചെയ്തില്ലല്ലോ. സെയിം ആവുന്ന ഒന്ന് തന്നെയല്ലേ. അപ്പൊ അത് 9 ആവുന്ന ഇന്റർസെക്ഷൻ 9 ആവുന്ന എടുക്കുന്നില്ല. ഐഡന്റിറ്റി ആയി കഴിഞ്ഞാൽ കോൺഡിഷൻ ആണ് നാം മുമ്പ് പറഞ്ഞത്. ഇപ്പൊ ഇത് രണ്ടും അല്ലാത്ത ഒരു 9ന്റെ ഡിവൈസർ ഈസ് 3 ആണ്. അപ്പോ ഇതിന്റെ ഇന്റർസെക്ഷന്റെ ഓർഡർ 3 ആണെന്ന് എടുക്കുന്നു. Then as was the case for order 144 we have, നേരത്തെ തൊട്ടും പറഞ്ഞ പോലെ ഈ നോർമലൈസർ ആരെ കണ്ടെയ്ൻ ചെയ്യും? L3നെയും കണ്ടെയ്ൻ ചെയ്യും, L3' കണ്ടെയ്ൻ ചെയ്യും. അപ്പൊ L3 × L3' കണ്ടെയ്ൻ ചെയ്യും. അപ്പൊ അതിന്റെ ഓർഡർ നോക്കാം. ഓർഡർ ഓഫ് n ഓഫ് അത് ഗ്രേറ്റർ ഓർഡർ ഓഫ് L3 L3' ഈക്വൽ ടു തൊട്ട് മുമ്പ് നമ്മളൊരു ഫോർമുല കണ്ടില്ലേ, ഓർഡർ ഓഫ് L3 × ഓർഡർ ഓഫ് L3' ഡിവൈഡഡ് ബൈ അതിന്റെ ഇന്റർസെക്ഷൻ. 9 × 9/3 is equal to 27 കിട്ടും. ദസ് ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഗ്രേറ്റർ ആൻഡ് ഈക്വൽ 27 എന്നാ കിട്ടി. അതിനെ ഇങ്ങനെ എഴുതുന്നു, ഗ്രേറ്റർ ആൻഡ് ഈക്വൽ 9 × k. ഓക്കെ, 9 × k എന്ന് എഴുതുന്നു. വേർ k greater than or equal to 3. ഓക്കെ, k greater than ഇങ്ങനെ എഴുതാം. നമുക്ക്
ഇതിന്റെ ഓർഡർ, ഈ നോർമലൈസറിന്റെ ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 27 നമുക്ക് 9 into 3 എന്ന് എഴുതാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ 9 അങ്ങ് ഫിക്സ് ചെയ്തിട്ട് അതിന്റെ കൂടെയുള്ള k നമ്മൾ വേരി ചെയ്യിച്ചാൽ മതിയല്ലോ, അത് ഗ്രേറ്റർ ദാൻ ആയിക്കൊള്ളുമല്ലോ. അപ്പോ 9 into k where k greater than or equal to 3 and k divides 20. k divides 20. ഞാൻ നോക്കിയതായിരുന്നു. k എന്ന് പറഞ്ഞാൽ എന്താണ്? k divides 20 ആവാനുള്ള കാരണം nine into k where k greater than or equal to 3 ആണ്. And k divides 20. 20യുടെ ഒരു ഡിവൈസർ ആയിരിക്കും എന്നേ പറയുന്നുള്ളൂ. 20 എവിടെ നിന്ന് വന്നു? 20 3 square and ഇവിടെ 4 ഉണ്ട്. ഓക്കെ അതെ അതുകൊണ്ടാട്ടോ. ഇവിടെ നമ്മുടെ 180യുടെ ഫാക്ടറൈസേഷൻ അകത്ത് 9 വരുന്നുണ്ട്. അതേപോലെ തന്നെ അതെ 2 സ്ക്വയർ ഉണ്ട്, 5 ഉണ്ട്. ഈ 5ഉം 2 സ്ക്വയറും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത്. അങ്ങനെയാണ് k divides 20 ആയത്. കാരണം ഈ നോർമലൈസർ ആരെ ഡിവൈഡ് ചെയ്യും? നമ്മുടെ ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യും. അപ്പോ where k greater than or equal to 3 and k divides 20. Clearly then, അങ്ങനെയാണെങ്കിൽ k greater than or equal to 3 and k divides 20 ആണ്. Clearly then order of ഇതിന്റെ നോർമലൈസറിന്റെ ഓർഡർ ഇപ്പൊ greater than or equal to 36 ആയാൽ എങ്ങനെയാ വന്നത്? k greater than or equal to 3 ആണ്, k divides 20 ആവണം. k divides 20 എന്ന് പറയുമ്പോൾ 3 അതിനകത്ത് നമുക്ക് മാറ്റാം. 3 does not divides 20 ആണ്. അപ്പൊ 4 എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള ഏറ്റവും ചെറിയ വാല്യൂ ആണ് 4. 4 20നെ ഡിവൈഡ് ചെയ്യും. 4 greater than or equal to 3 ആണ്. അപ്പോൾ നമ്മൾ 4 എടുത്തു കഴിഞ്ഞാൽ 9 into 4 നമുക്ക് 36 അവിടെ കിട്ടും. And therefore ഇതിന്റെ ഇൻഡെക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നേരത്തെ പോലെ ഓർഡർ ഓഫ് g ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് n ഓഫ് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേലി ഗ്രേറ്റർ ദാൻ 36 എന്ന് പറയുന്നത് ഇത് ഡിനോമിനേറ്ററിൽ എത്തുമ്പോഴത്തേനും തിരിയുമല്ലോ. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജിയുടെ ഓർഡർ 180 ആണ്. 180 ഡിവൈഡഡ് ബൈ 36 നമുക്ക് 5 എന്ന് കിട്ടും. The index theorem now gives us another contradiction. ഇനി തൊട്ട് മുമ്പ് പറഞ്ഞ പോലെയാണെന്ന് തോന്നുന്നു. ഇൻഡെക്സ് തിയറം ഉപയോഗിക്കാൻ പോയി. Hence we may assume that n5 is equal to 6. n5 is equal to okay. ഇൻഡെക്സ് തിയറം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമുക്ക് ഇങ്ങനെ നേരത്തെ തൊട്ട് മുമ്പ് ഉള്ള ഒരു ഓർഡർ ചെയ്ത പോലെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കിട്ടിയില്ലേ. ഇനി ഓർഡർ ഓഫ് ജി ഡസ് നോട്ട് ഡിവൈഡ്സ് 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എത്രയാണ്? 120 അല്ലേ വരിക? 120 ആണ് വരിക. ജിയുടെ ഓർഡർ എന്ന് പറയുന്നത് 180 ആണ്. സോ ഓർഡർ ഓഫ് ജി ഡസ് നോട്ട് ഡിവൈഡ്സ് 5 ഫാക്ടോറിയൽ ആണ്. അതുകൊണ്ട് ഇതിനൊരു ഈ നോർമലൈസർ കണ്ടെയ്ൻസ് എ പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ്. അത് ജിയുടെയും കൂടെ പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് ആവും. ജി സിമ്പിൾ അല്ലാതാവും. സോ നമ്മൾ അപ്പൊ ഇവിടെ ഈ ഇതിന്റെ രണ്ട് പോസിബിലിറ്റി ഉണ്ടായിരുന്നല്ലോ. n5 is equal to 36 വെച്ചാ ചെയ്തത്. ആ പോസിബിലിറ്റി ഒഴിവാക്കുന്നു. ഇപ്പോ ഇനി അടുത്തത് n5 is equal to 6 ആണ്. Hence we may assume that n5 is equal to 6. In this case we let h be the normalizer of a silo phi subgroup of G. അപ്പോ നമുക്ക് നോർമലൈസർ h എന്ന് പറഞ്ഞാൽ നോർമലൈസർ ഓഫ് എ സൈലോ phi subgroup of G ആണ്. Okay, by Seilo's third theorem വെച്ചിട്ട് we have 6 is equal to h നോർമലൈസർ ആയതുകൊണ്ട് 6 അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു np is equal to index of n of h in G എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. np സൈലോ പി സബ് ഗ്രൂപ്പിന്റെ എണ്ണം is equal to index of normalizer of that silo p subgroup in G. അപ്പൊ ഇവിടെ അത് നമുക്ക് n5 6 ആണ് എണ്ണം, equal to index of h ഇവിടെ normalizer ആണ് in G. So that അപ്പോ ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ 6 കിട്ടണമെങ്കിൽ ജിയുടെ ഓർഡർ 180 ആണല്ലോ. അപ്പൊ h എന്തായേ പറ്റുള്ളൂ?
30 വരുള്ളൂ. എച്ചിന്റെ ഓർഡർ 30 വരുള്ളൂ. In chapter 24, we proved that every group of order 30 has an element of order 15. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആ എക്സസൈസ് നോക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ ചെയ്തു വെച്ച് എങ്ങും എത്തത്തില്ല. അതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സൊല്യൂഷൻ മാനുവലിൽ നോക്കിയിട്ട് റെഫർ ചെയ്യുക. In chapter 24, we proved that every group of order 30 has an element of order 15. അപ്പൊ എല്ലാ ഗ്രൂപ്പിനും ഓർഡർ 30 ഉള്ള എല്ലാ ഗ്രൂപ്പിനും ഓർഡർ 15 ഉള്ള ഒരു എലമെന്റ് ഉണ്ട് എന്ന് നമ്മൾ ചാപ്റ്റർ 25 പഠിക്കുന്നുണ്ട്. ഓൺ ദി അതർ ഹാൻഡ് ഇപ്പൊ 30 ഓർഡർ ഉള്ള ഗ്രൂപ്പിനകത്ത് 15 ഓർഡർ ഉള്ള ഒരു എലമെന്റ് ഉണ്ട്. ഓൺ ദി അതർ ഹാൻഡ് N506 G ഹാസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഇൻഡെക്സ് 6 ആണെന്ന് കിട്ടി അല്ലെ. H എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് കിട്ടി. അങ്ങനെ ചിന്തിച്ചാൽ എന്ത് സംഭവിക്കുന്ന ആൻഡ് ദി എംബഡിംഗ് തിയറം. അങ്ങനെ എംബഡിംഗ് തിയറം എന്താ പറയുന്നത്? ഇപ്പൊ H is a subgroup of a group G with index n, then G is isomorphic to a subgroup of an എന്നാണ് എംബഡിംഗ് തിയറം പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇൻഡെക്സ് 6 വന്നെങ്കിൽ എംബഡിംഗ് തിയറം tells us that G is isomorphic to a subgroup of A6. Okay, അപ്പൊ but A6 has no element of order 50. അപ്പൊ ഈ Gക്കകത്തില് G is isomorphic subgroup of A6 എന്നാണ്. ഇപ്പൊ നമുക്ക് Gക്കകത്ത് എന്താ ഉള്ളതെന്ന് കിട്ടിയേ? every group of order 30 has an element of order 15 എന്ന് കിട്ടി. അപ്പൊ ഈ Hനകത്തില് element of order 15 ഉണ്ട്. H Gയുടെ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് Gയിലും element of order 15 ഉണ്ടെന്ന് കിട്ടി. ഇപ്പൊ നമ്മൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 6 ആണെങ്കിൽ 6 ആണല്ലോ. G is isomorphic to a subgroup of A6 എന്ന് പറയാം. അപ്പൊ Gക്കകത്ത് 15 ഓർഡർ ഉള്ള ഒരു എലമെന്റ് ഉണ്ടെന്നാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത്. പക്ഷെ A6നകത്ത് A6 ഹാസ് നോ എലമെന്റ് ഓഫ് ഓർഡർ 50. ഓക്കെ, അപ്പോ അതൊരു കോൺട്രഡിക്ഷൻ ആയി. ഓക്കെ, അപ്പോ എന്തല്ല ഇത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സിമ്പിൾ ഗ്രൂപ്പിന്റെ ഓർഡർ അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ 180 നമ്മള് ഇതേ രീതിയിൽ തന്നെ സപ്പോസ് ഇതേ രീതിയിൽ തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. Unfortunately, the argument for 120 is fairly long and complicated. However, no new techniques are required to do it. 120 ഇതേപോലെ ഒരുപാട് ചെയ്യാനുണ്ട്, ഇതിനകത്ത് അതൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം സിംപ്ലിസിറ്റി ഓഫ് A5 എന്ന് പറയുന്നത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാവേ.